കായംകുളം MSM കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന PA ഹാരിസിന്റെ 42ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി PA ഹാരിസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSM കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന PA ഹാരിസിന്റെ 42ാം ചരമവാർഷിക ദിനാചരണം വിവിധ ചടങ്ങുകളോടെ നടന്നു. PA ഹാരിസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. അനുസ്മരണ സമ്മേളനം ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നടക്കുന്ന ചൂതാട്ടങ്ങളെ മുഴുവൻ നിരുത്സാഹപ്പെടുത്തി അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു നിയതമായ ഒരു രൂപം കൊണ്ടുവരാൻ സർക്കാരിന്റെ ഏജൻസി എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നതിന്റെ ആ മേൽവിലാസം അതിനെത്രത്തോളം സഹായകരമാകുമെന്നുള്ളതും അതിൻ്റെ വിശ്വാസ്യത, അത് സർക്കാരിന് ഒരു വരുമാന മാർഗം എന്നുമുള്ളതിനും അപ്പുറം ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആശ്വാസത്തിൻ്റെ അടക്കം വഴികളും സാമൂഹ്യ ക്രമത്തിൽ ഇത്തരം ലോട്ടറികൾ ആ പേരുപയോഗിച്ചുകൊണ്ട് തന്നെ നറുക്കെടുപ്പിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ, അന്നത്തെ സമൂഹത്തിലും പാശ്ചാത്യ സമൂഹത്തിലുമൊക്കെയുള്ള ഒരു സ്വീകാര്യത എന്ത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അതൊരു നോവൽറ്റി, അതായത് ഒരു പുതുമ എന്നുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സർക്കാർ ഖജനാവിലേക്ക് കണ്ടെത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള വരുമാനവും നികുതി ഇനത്തിൽ കിട്ടുന്നതിൻ്റെയൊക്കെയും കണക്കുകൂട്ടലുകളാണ് ആ ധനകാര്യമന്ത്രിയെ കൊണ്ട് അത് അവതരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ മത്സരം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലപാടുകൾ വിളിച്ചു പറയാനുള്ള ഒരു വേദിയാണ്. അത് വിളിച്ചു പറയേണ്ടിടത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ ഇടയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ചിലത് വിളിച്ചു പറയാൻ കൃത്യമായി അത് അടയാളപ്പെടുത്തപ്പെട്ട് പോകണം എന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെയാണ് 3 മാസങ്ങൾക്ക് മുന്നേ വരെ വേറെ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജീവിത രീതി അല്ല. കോൺഗ്രസ് എന്നുള്ളത് ഒരു ജീവിത രീതി ആയിരുന്നു എന്നുള്ളതൊക്കെ പണ്ട് കാലത്തെ ചില കോൺഗ്രസ് മാതൃകകളിൽ നിന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് അത് ഉപജീവനത്തിനുള്ള മാർഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ജീവിത വഴിയല്ല എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെട്ട് പോകണം എന്നുള്ളതും കേരള സമൂഹം അത് തിരിച്ചറിയണം എന്നുള്ളതും വളരെ നിർബന്ധത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. രാഷ്ട്രീയ ഉപജീവനത്തിൻ്റെ പേര് മാത്രമായി കോൺഗ്രസ് അധപ്പതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നാടിനോട് പറയേണ്ട രാഷ്ട്രീയത്തിൻ്റെ രീതികളെ കോൺഗ്രസ് മറക്കുമ്പോൾ അതിൽ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുക എന്നുള്ളത് ആഭ്യന്തരമായിട്ടുള്ളൊരു വിഷയമായിരുന്നു. ആ ആഭ്യന്തര വിഷയം ഒരുപാട് കാലം കൈകാര്യം ചെയ്തിരുന്ന ഒരാളും തന്നെയായിരുന്നു. വർഗീയതയിലൂടെ അധികാരം കൈയാളുന്ന BJPയെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് സരിൻ പറഞ്ഞു. RSSന്റെ 100ാം വാർഷിക ഘട്ടത്തിൽ വർഗീയതയിലൂടെ രാജ്യത്ത് സ്ഫോടനാത്മകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അണിയറയിൽ നീക്കം നടക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ ദുർബലപ്പെടുകയാണ്. BJPയെ നേരിടുവാൻ രാജ്യത്തെ മതേതര ശക്തികളെ ഒന്നിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ തെളിവാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെന്നും സരിൻ പറഞ്ഞു. കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് U. പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞ് സാഹിബ് എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, ഒരുപക്ഷെ കേരളത്തിലെ മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയായി നമ്മളെന്നും അഭിമാനത്തോടെ പറയുമല്ലേ, ലോട്ടറി ഇന്ന് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരടക്കം ഉപജീവനം കഴിക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറി. ആ ലോട്ടറിയുടെ ഉപജ്ഞാതാവാണ് PK കുഞ്ഞ് സാഹിബ്. അതുപോലെ തന്നെ KSFE പോലെയുള്ള ഒരു വലിയ ഫിനാൻഷ്യൽ സ്ഥാപനം ഇവിടെ കൊണ്ടുവരുന്നതിന് അതിൻ്റെ സ്ഥാപകനാണ്. ഒട്ടേറെ പ്രത്യേകതകളുണ്ട് കുഞ്ഞ് സാഹിബിന്. ഈ കായംകുളം പട്ടണത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, MSM കോളേജ് അടക്കമുള്ള വലിയ കലാലയങ്ങൾ, എത്രയധികം കുഞ്ഞുങ്ങളാണ് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനം എല്ലാ വിഭാഗം കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. MSM സ്കൂള്, PKK സ്കൂള്, അവിടെ നിന്നെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുകയാണ്. PK കുഞ്ഞ് സാഹിബിൻ്റെ മകൻ PA ഹാരിസ് യഥാർത്ഥ മനുഷ്യസ്നേഹിയായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു. വളരെ ചെറുപ്പത്തിൽ, അല്ലേ, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് യങ് ഏജാണ് 43ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ. ആ വയസ്സിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൽ പങ്കാളിയായി തൻ്റേതായ ഒരു പേര് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉറപ്പിച്ച് ആ അവസരത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ഭരിക്കുന്ന ഭരണാധികാരികൾ
ഇന്ത്യൻ ഭരണഘടന പോലും കാറ്റിൽ പറത്താൻ മടിയില്ലാത്തവരായി, സെക്യുലർ എന്ന വാക്ക് കേൾക്കുന്നത് പോലും മടിയുള്ളവരായി, ഒരേ സമയം ഗാന്ധിജിയെയും ഗാന്ധിഘാതകനെയും ഒരേ റൂമിൽ വെച്ച് ഒരേ പാർലമെൻറ്റിനകത്ത് വെച്ച് വാഴിക്കുന്നവരായൊക്കെ മാറുന്ന, പറയുന്ന മുദ്രാവാക്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തവർ ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൻ്റെ. ആ ഉത്തരവാദിത്തമാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച നിലപാടുമായി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി അബിൻ ഷാ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ, പി ഗാനകുമാർ, ഫൗണ്ടേഷൻ ചെയർമാൻ ഷെയ്ഖ് പി ഹാരിസ്, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അബുജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.